പൊന്നാനി കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രോത്സവ പരിസരത്ത് ശുചിത്വം ഉറപ്പുവരുത്താൻ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ ഇടപെടൽ. പൊന്നാനി കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി പരിസര ശുചീകരണവും പകർച്ചവ്യാധി നിയന്ത്രണവും ഉറപ്പുവരുത്താൻ രംഗത്തിറങ്ങി പൊന്നാനി നഗരസഭ. ഉത്സവം ആരംഭിച്ചതു മുതൽ പ്രദേശത്തെ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി ശുചീകരണം നടത്തി വരുന്നുണ്ട്. പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ ഹെൽത്ത് സ്ക്വാഡിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. കുടിവെള്ളം ശുദ്ധിയാക്കാനുള്ള പദ്ധതികളും നടത്തുന്നുണ്ട്. കൂടാതെ ഉത്സവ ദിവസം തണ്ണീർപ്പന്തൽ ഏർപ്പെടുത്തും. പൊടിശല്യം നിയന്ത്രിക്കാൻ ഇടയ്ക്കിടെ വെള്ളം തെളിക്കാനും പകലും രാത്രിയിലും ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തുമെന്നും ക്ലീൻ സിറ്റി മാനേജർ മധുസൂദനൻ പറഞ്ഞു. കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നഗരസഭ, പ്രത്യേകിച്ച് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം വളരെ വിപുലമായ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളുമാണ് ആരോഗ്യ ജാഗ്രതയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. മുൻ വർഷങ്ങളെക്കാൾ ഉപരി കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടിയാണ് നഗരസഭ ഈ ഉത്സവ മേഖലയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ നിന്നും പുറത്തുള്ള ആളുകൾ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവം എന്നുള്ള നിലയ്ക്ക് പകർച്ചവ്യാധികളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടും മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയുള്ള വിവിധ മേഖലകളിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ടാണ് നഗരസഭ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത്. ഉത്സവ മേഖല, ക്ഷേത്ര പരിസരം ഉൾപ്പെടെ പ്രധാന വീഥികൾ ഉൾപ്പെടെ ഉത്സവം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ശുചീകരിക്കാനുള്ള ഏർപ്പാട്, അതുപോലെ തന്നെ ഉത്സവ ദിവസങ്ങളിലും ഉത്സവം അവസാനിക്കുന്ന ദിവസം വരെ പൂർണ്ണമായും നഗരസഭ ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിസര ശുചീകരണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചുറ്റുവട്ടത്തുള്ള സ്ഥാപനങ്ങൾ, സ്ഥിരവും താൽക്കാലികവുമായ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നിരന്തരം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിന് ചാർജ് നൽകിക്കൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കുടിവെള്ള വിതരണം മുൻ വർഷങ്ങളെക്കാൾ ഉപരി വളരെ സജീവമായ രീതിയിൽ കുടിവെള്ള വിതരണം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ലൈസൻസോട് കൂടിയ, അതുപോലെ ലാബ് ടെസ്റ്റിലൂടെ പരിശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തിയ ജലം ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് വീണ്ടും ക്ലോറിൻ ടാബ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ശുദ്ധീകരിച്ചുകൊണ്ടാണ് അവിടെ നഗരസഭ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പൂര ദിവസമായ 27-ാം തീയതി തണ്ണീർപ്പന്തൽ മുൻ വർഷങ്ങൾ പോലെ തന്നെ തണ്ണീർപ്പന്തൽ ഒരുക്കിയിട്ടുണ്ട്. അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും ബാക്കി കാര്യങ്ങളും ഹെൽത്ത് പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള പരിശോധനകളൊക്കെ കൃത്യമായും നടത്തിക്കൊണ്ടാണ് പ്രസ്തുത അമ്യൂസ്മെൻറ്റ് പാർക്കും പരിസരവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. Every child is a star. Everything I am, everything I'll be, I give it to you, Lord, and do it thankfully. Every song I sing, Every praise I bring, everything I do is a gift to you. here we study life. KEALP School, Ponnani, Ishwaramangalam.